ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചക്കയട ഉണ്ടാക്കാൻ പോവാണേ. ഒരു കപ്പ് നിറച്ച് ഇത് കുരുവൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചക്ക കേട്ടോ. ഇത് കൂഴച്ചക്കയാണേ. ഇത് ഒരു ചെറിയൊരു തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്. പിന്നെ 1/2 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടേ. ആദ്യം നമുക്ക് ഈ ശർക്കര കുറച്ച് വെള്ളം എടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കേ. അതിനകത്ത് വല്ല മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. കുറച്ച് വെള്ളം മതി. ഇനി ഞാൻ കത്തിച്ച് വെക്കട്ടെ. എന്നിട്ട് ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണേ. ആദ്യം നമുക്ക് ഈ തേങ്ങയുണ്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതിനകത്ത് ഒരു 3 ഏലക്ക അതിൻ്റെ തൊലി മാറ്റിയിട്ട് കുരുവിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കേ. തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ ശർക്കരയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത് അതിങ്ങോട്ട് വെക്കേ. അതൊന്ന് ഉരുകി കിട്ടട്ടെ. നമ്മുടെ ശർക്കര ഉരുകുന്ന നേരം കൊണ്ട് താണ്ടേ ഞാൻ തേങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ. ചതച്ചെന്ന് ഒരുവിധം ഒന്ന് അരഞ്ഞിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഇത് കൂഴച്ചക്കയാണ്, പക്ഷെ എന്നാലും ഞാൻ ഇതിനകത്തിട്ടൊന്ന് അരയ്ക്കേ. കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കേ. നമ്മുടെ ചക്കയും തേങ്ങയും നല്ലതുപോലെ അരച്ചിട്ടുണ്ടേ. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ഈ ചക്കയില്ലേ ഇതും ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കേ. നമ്മുടെ രണ്ടാമത്തെ ചക്ക അരയ്ക്കാനിട്ടില്ലേ അതും അരച്ചെടുത്തു. അത് ഇതിൻ്റെ കൂട്ടത്തിടെ. ഇതിനകത്ത് ഞാൻ വെള്ളം തൊട്ടിട്ടില്ല. അതിന് ശർക്കരയുടെ പാനി ഒഴിക്കണ്ടേ, ചിലപ്പം വെള്ളം കൂടിപ്പോയാൽ. ഓക്കെ, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് 3 കപ്പ് അപ്പത്തിൻ്റെ മാവാണേ, അരിപ്പൊടി. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് കൈവച്ചാണ് കുഴക്കേണ്ടത്. ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തവി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 1 നുള്ളു ഉപ്പ്, നമ്മൾ ശർക്കര ഓഫാക്കി. നല്ല മധുരമുള്ള കൂഴച്ചക്കയുടെ ഈ ചക്ക വരിക്കച്ചക്കയെന്നും പറഞ്ഞ് തന്നതേ. നല്ല ബെസ്റ്റ് വരിക്കച്ചക്കയാണ്. പക്ഷെ വീട്ടിൽ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് അസൽ കൂഴച്ചക്ക. പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു. ചക്കയ്ക്കൊക്കെ എന്ത് 70 രൂപ കിലോ വില. ഓക്കെ, നമ്മുടെ ശർക്കര ഉരുക്കാൻ വെച്ചത് ഉരുകി വന്ന് ഒരു അരിപ്പെടുത്തിട്ട്
ഈ ചൂടോട് തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. ഒഴിക്കട്ടെ ബാക്കി. ബാക്കി ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കേ. ശർക്കര വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മാവിട്ട് കൊടുത്താൽ മതിയേ. ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ സ്പൂൺ മാത്രം മതി. ഓക്കെ. എല്ലാം നല്ല മിക്സാക്കി വെക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ മാവ് കവർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായേ. ഓക്കെ. ചെറുതായിട്ടൊന്ന് കട്ട് പിടിച്ചു. ഇതാണ് ഇതിൻ്റെ പരുവേ. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ സ്റ്റൗ ഓണാക്കി ഇഡ്ഡലി കുട്ടും വെക്കാം ആവി കയറ്റാനായിട്ട്. നമുക്ക് സ്റ്റൗ ഓണാക്കേ. ഞാൻ ഇഡ്ഡലി കുട്ടും വെച്ചിട്ട് ഇതിനകത്ത് ഒരു 3 ഗ്ലാസ് വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. വെള്ളം ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിത് പരത്താം. നമുക്ക് ഇഡ്ഡലി വെള്ളം തിളയ്ക്കട്ടെ. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ചില, നമുക്കിപ്പോൾ എത്ര ആവശ്യമുണ്ടോ അത്രയും ഇല എടുത്തിട്ട് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ, ഞാൻ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്തുനിന്ന് ഒന്നുകൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്യേ. കുറച്ച് മാവെടുത്തിട്ട് ഞാൻ കൈ തന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. കൈ ആകുമ്പോൾ വെച്ച് വെള്ളം നനയ്ക്കണേ കൈ കൊണ്ട്. ഇല ഇങ്ങോട്ടൊന്ന് മടക്കേ. ഇനി വേറൊരു പാത്രം എടുക്കാം. ഇതൊഴിക്കട്ടെ. ഇതിനകത്തും കുറച്ച് മാവിടാം. വെള്ളത്തിൽ കൈ തൊട്ടിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് വേറെ രീതിയിൽ മടക്കേ. ഇങ്ങോട്ട് വെക്കാം. ഇട്ടിരിക്കട്ടെ. വെള്ളം ചൂടായിട്ട്
എല്ലാം കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. ആദ്യമേ ഇതെല്ലാം പരത്തി വെക്കാം. ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റിൽ ഇതിനകത്ത് മാവ് കുറേ ഇരിപ്പുണ്ടേ. പക്ഷെ ഞാൻ ഇപ്പോഴും ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം നമുക്കിവിടെ അധികം വേണ്ടല്ലോ. എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് അടച്ചു വെക്കാം. ഇതുപോലെ കൈ ഒന്ന് നനച്ചിട്ട് വേണം തട്ടി കൊടുക്കേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. മതി. ഇനി നമ്മുടെ ഇത് ഇഡലി കുട്ടത്തിലോട്ട് വെക്കേ. നമ്മൾ വെള്ളം നല്ല തിളച്ചായിരുന്നേ. ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കേ. ഇങ്ങനെ ഇരിക്കട്ടെ. അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ഈ സിമ്മിലിടണ്ട, മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്കിട്ട് കൊടുക്കേ. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കെടുക്കാം. നമ്മുടെ ചക്ക ഇടാൻ നോക്കേ. ഇപ്പോൾ ഇത് 21 മിനിറ്റ് കറക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഭയങ്കര ചൂടാണ്. ഞാൻ ഗ്യാസ് ഓഫാക്കുവേ. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഭയങ്കര ചൂടാണ്. നമുക്കിതെടുക്കേ. 4-5 മിനിറ്റ് കഴിഞ്ഞു. തണുത്തും തോന്നുന്നു. തണുത്തു. ഉള്ളു ചൂടുണ്ട്. ഓക്കെ, നമ്മുടെ ചക്ക ഇലയുടെ എല്ലാം റെഡിയായേ. കണ്ടില്ലേ? അപ്പം തണുത്തു. മറ്റേ ഭയങ്കര ചൂടായിരുന്നേ. നല്ല സോഫ്റ്റ് അടയായത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇലയുടെ എല്ലാം റെഡിയായി. നോക്കിയതാ, നല്ല സോഫ്റ്റായിട്ട്. ഓക്കെ, എന്താ സോഫ്റ്റ്. എന്തോരു മണമാണെന്നറിയാവോ? റൂം മൊത്തം അടിപൊളി മണവുമാണ്. ഓക്കെ, ഇത് ആ പാത്രത്തിൻ്റെ ഇഡലി കുട്ടത്തിൻ്റെ സൈഡിൽ പിടിച്ച് പറ്റിയിരുന്നിട്ടേ ഇവിടെ കളർ വ്യത്യാസം വന്നത് കണ്ട. അപ്പം ഈ വർഷത്തെ ചക്കയുടെയാണ്.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.